വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിലയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഇടത്തരം വലിപ്പത്തിലുള്ള തേങ്ങയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ തേങ്ങ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ചിരകിയെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഞെരടിയിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം. ചിലരിത് തയ്യാറാക്കുമ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞ് പാലെടുക്കാറുണ്ട്. ചിലരങ്ങനെ അരച്ചെടുക്കുന്ന തേങ്ങ അരിച്ച് മാറ്റാതെ അതോടൊപ്പം തന്നെ ചേർത്ത് തിളപ്പിച്ചെടുക്കാറുണ്ട്. ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് ഇത്രയും തേങ്ങാപ്പാലാണ് അതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചാനായിട്ട് പോകുന്നത്. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തേക്കുന്നത്. നമുക്ക് അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതിന് ശേഷം എണ്ണ കാച്ചാനുള്ള സമയം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി കട്ടിയായിട്ട് നിൽക്കുന്നത്. എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ നല്ല വെളിച്ചെണ്ണ തന്നെ കിട്ടും. നമ്മൾ ഈ ചേർത്ത തേങ്ങാപ്പാലിനകത്ത് നിന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് പതുക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിനകത്ത് നിന്ന് ഈ തേങ്ങാപ്പാലിന് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് കക്കനടിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ പതയൊക്കെ പറ്റി വരും. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കരിയാനായിട്ട് നിൽക്കരുത്. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണയ്ക്കൊരു ചെറിയ യെല്ലോയിഷ് കളർ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളർലെസ് ആയിട്ടുള്ള നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണയായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെയും അതുപോലെ തന്നെ മെമ്മറിയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മുടെ ഹാർട്ടിൻ്റെയും കാർഡിയോ വാസ്കുലാറിൻ്റെയൊക്കെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ഹോർമോൺ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് യൂസസ് ഉള്ള ഒരു ഓയിലാണ് നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ. എൻ്റെ വീട്ടിൽ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ പാല് പിഴിഞ്ഞ് മാറ്റിയിട്ടാണ് അത് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്, പെട്ടെന്ന് കനച്ച് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തേങ്ങാപ്പാൽ കൊണ്ടാണ് ഞാൻ വീട്ടിൽ എണ്ണ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങയൊക്കെ വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടായിരിക്കും തേങ്ങ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് കുറേശ്ശെ അതിനകത്ത് നിന്ന് പാല് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ തയ്യാറാക്കാം. ഇതുപോലെ ഇനി പതയൊക്കെ വറ്റി വരുന്നുണ്ട്, അതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് അതിൻ്റെ കക്കനൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ കോട്ടൺ തുണി വെച്ചിട്ടോ നമുക്കിത് അരിച്ചെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മായമൊന്നും ചേരാത്ത നല്ല ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം.